കൊച്ചി കോർപ്പറേഷൻ മേയർ ശ്രീ ടോണി ചമ്മണി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ഇവിടെ കോർപ്പറേഷന് നേരിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ അവിടെ കാലാകാലങ്ങളായി ഇങ്ങനെ ഓട്ടോ ഡ്രൈവർമാർ തുടരുന്ന ഇത്തരത്തിലുള്ള പലപ്പോഴും ക്രിമിനൽ സ്വഭാവത്തിലേക്ക് കടക്കുന്ന ഇടപെടലുകളിൽ എന്ത് നിലപാടെടുക്കാൻ സാധിക്കും? അവിടെ എന്ത് ഒരു പ്രഷർ ചെലുത്താൻ എങ്ങനെ കോർപ്പറേഷന് സാധിക്കും? ഹലോ, ശ്രീ ടോണി ചമ്മണി. ഇതിൽ ഞങ്ങൾക്കൊരു പരിമിതിയുണ്ട്. കാരണം ഇതൊരു ലോ ആൻഡ് ഓർഡറിന്റെ ഇഷ്യൂ ആണ്. പോലീസാണ് അത് നോക്കേണ്ടതായിട്ടുള്ളത്. കൊച്ചി നഗരത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നം, പെർമിറ്റ് ഇല്ലാത്ത ധാരാളം ഓട്ടോറിക്ഷ ഈ നഗരത്തിൽ സർവീസ് നടത്തുന്നു. അങ്ങനെ സർവീസ് നടത്തുന്ന ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പശ്ചാത്തലമുണ്ട്. അവരെവിടെ നിന്ന് വരുന്നു? ഈ നഗരവാസികളല്ല വരുന്നു, അന്യ ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ വരുന്നു എന്നാണ് ആക്ഷേപം. ഹലോ, അതുകൊണ്ട് അതിനെ സംബന്ധിച്ചൊരു പരിശോധന പോലീസ് നടത്തണം. കൊച്ചി നഗരത്തിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പക്ഷേ ശ്രീ ടോണി ചമ്മണി, നമ്മൾ അത്ര നിസ്സാരമായി കണ്ടാൽ മതിയോ? ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓട്ടോറിക്ഷയിൽ പോലും പീഡനം നടന്ന സംഭവങ്ങൾ പോലും നമ്മൾ അടുത്ത കാലത്തൊക്കെ വായിച്ചു കേട്ടതാണ്. ഇങ്ങനെ ഈ വ്യക്തി തന്നെയാണെങ്കിൽ, ഈ ഓട്ടോ ഡ്രൈവർ തന്നെയാണെങ്കിൽ ഇതിനു മുൻപ് പല ക്രിമിനൽ പശ്ചാത്തലവുമുള്ള വ്യക്തിയാണ്. ഇനി ഇത്ര നിസ്സാരമായി ഈ വിഷയത്തെ കണ്ടാൽ മതിയോ? പൊതുവിൽ സംസ്ഥാനത്തുടനീളം ഒരുപക്ഷെ ഇപ്പോൾ ബ്ലേഡ് മാഫിയക്കെതിരെ നടക്കുന്ന നീക്കങ്ങൾ പോലെ ഒരു സമഗ്രമായ നിയമനിർമ്മാണം കൊണ്ടുവന്ന് കൃത്യമായ ഒരു നടപടി എടുക്കേണ്ടതിന്റെ ആവശ്യകതയില്ലേ? തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും ഇതിനെ നിസ്സാരവൽക്കരിച്ചിട്ടില്ല. ഞാൻ ഗൌരവത്തോടുകൂടി തന്നെയാണ് പറഞ്ഞത്. ഇത്തരത്തിൽ പോലീസ് കൃത്യമായി ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് വിവരം ശേഖരിക്കണം, അവരുടെ പശ്ചാത്തലം വേണം. ഇതിൽ ഏറ്റവും അടിയന്തരമായി വേണ്ടത് ഇനി കൊച്ചി നഗരത്തിൽ ഓടിക്കുന്ന ഓട്ടോറിക്ഷകൾ പെർമിറ്റുള്ളവ മാത്രമായി പരിമിതപ്പെടുത്തുകയും പെർമിറ്റ് ഇല്ലാത്തത് മുഴുവൻ നഗരപരിധിയിൽ നിന്നും ഒഴിവാക്കുകയാണ് വേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് അന്യസംസ്ഥാനത്തു നിന്നോ ആളുകൾ പോലും വന്ന് ഇവിടെ നിന്നും ഓട്ടോറിക്ഷ ഓടിക്കുന്നു എന്നുള്ളതാണ്. പലർക്കും സ്വന്തം നാട്ടിൽ പല കാരണങ്ങളാൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളതുകൊണ്ട് നിൽക്കാൻ സാധിക്കാത്തവർ ഇവിടെ വന്ന് ഓട്ടോറിക്ഷ വാടകയ്ക്കെടുത്ത് ഓടിച്ച് ഉപജീവനം നടത്തുന്നു എന്നെല്ലാം അറിയാൻ കഴിയുന്നു. വളരെ ലഹരിക്ക് അടിമപ്പെട്ടവരുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഇത്തരം ആളുകളാണ് ഇത്ര ഹീനമായ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് കൃത്യമായി ശക്തമായ പോലീസ് നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകണം. ഇന്നത്തെ വിഷയം വളരെ ഗൌരവത്തോടുകൂടി പോലീസ് എടുക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. വളരെ നന്ദി ശ്രീ ടോണി ചമ്മണി അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്.